പരീക്ഷ എത്ര പേരെ തോറ്റേ? ആരെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇനി രണ്ടുമൂന്ന് ചേർന്ന് മാറ്റിയത് കേട്ടോ. ഇതെന്തോ അടി സീറോ. സീറോ. എന്റെ പേര് അനുപ്രിയ. എന്റെ ഗ്രൂപ്പിന്റെ പേര് ബോക്സ്. ഞാൻ 4ാം ഗ്രൂപ്പിന്റെ ലീഡറാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് ലൈബ്രറി. വെരി ഗുഡ്. എന്റെ പേര് അപർണ. ഞാൻ 2ാം ഗ്രൂപ്പാണ്. എന്റെ ഗ്രൂപ്പിന്റെ പേര് പെൻസിൽ. എന്റെ പേര് അനന്ത്. അനേയ ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ പേര് സ്കെച്ച്. വെരി ഗുഡ്. സന്ധ്യ, ഡോക്ടർ സന്ധ്യ എന്നോ അഡ്വക്കേറ്റ് സുധീഷ് എന്നൊക്കെ നമുക്ക് പറയാൻ ആഗ്രഹമല്ലേ? അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരായി തീരണം? ആരോട് പറയുന്നത്? ഞാൻ ഉദാഹരണം, അപർണ ടീച്ചർ ആണെങ്കിൽ അപർണ ടീച്ചർ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അപർണ. സംഭവത്തിനോട് അനുയോജ്യമായ കാര്യങ്ങൾ വരണം. നിങ്ങളൊന്ന് ജസ്റ്റ് ഡിസ്കസ് HOD പിന്നെ ലീഡേഴ്സും ആയിട്ട് എന്ത് വരയ്ക്കണമെന്നുള്ളത്. മികച്ച ചിത്രം കണ്ടെത്തണം, കൊണ്ടുപോകും അല്ലെ? അപ്പൊ നമ്മൾ ഈ കൂട്ടായ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനത്തെ കാര്യത്തിലല്ല, നമ്മൾ പഠനത്തിൽ കൂടി അത് മുമ്പോട്ടേക്ക് കൊണ്ടുവരണം അല്ലെ? ഇപ്പൊ ഒരാൾക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇത് എന്താണ്? രണ്ട് ഗ്രൂപ്പ് പഠിക്കാൻ ബാക്കി എല്ലാ ടീമും വളരെ നന്നായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു. പേപ്പർ നോക്കുമ്പോൾ നല്ല പോയിന്റുകൾ കണ്ടു. ക്ലാസ്സിൽ പോയാൽ നല്ല അറിവ് നേടാം, ജോലി കിട്ടും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. കളിയാക്കി പിന്നെ അവരുടെ പഠനം മുടങ്ങുന്ന അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട്. പോയില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടും എന്നുള്ളൊരു ചർച്ചയിൽ നല്ല രീതിയിലുള്ള പോയിന്റുകളും നമ്മളെ സത്യങ്ങൾ തന്നെയാണ്. പറഞ്ഞ പോയിന്റുകളൊക്കെ ഏകദേശം സത്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നോക്കിയില്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിയില്ല. നിങ്ങൾ എന്തുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല? ഇതാണ് ചോദ്യം. ഇതൊന്നുമല്ല നിങ്ങളുടെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നമല്ല. കേട്ടത് പറയുന്നത് എന്നിട്ട് വേണം കേട്ടത് കേട്ടോ. ഹെഡ് നീ ഫുഡ് ഹെഡ് നീ നീ ഫുഡ് ഹെഡ് കപ്പ് കിട്ടാൻ ആർക്കൊക്കെയാ? ക്ലാസ് മാത്രമേ ഉണ്ടാവൂ. കറക്റ്റ് ക്ലാസ്സിലുണ്ടല്ലോ.
നിങ്ങളുടെ ഇടപെടലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരുപാട് വർഷങ്ങളായി നമ്മളിങ്ങനെ ക്യാമ്പുകളൊക്കെ ഇങ്ങനെ നടത്തി വരുന്നത്. ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പുകളൊക്കെ വന്നിരുന്നുള്ളൂ. ആദ്യകാലത്തെ ക്യാമ്പുകളിലുണ്ടായിരുന്ന ആളുകളാണ് നിങ്ങൾക്കിപ്പോൾ ഇന്ന് ഈ ക്ലാസ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇന്ന് പ്രോഗ്രാമുകൾ കണ്ടപ്പം നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതിൻ്റെ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോ ഇനി ആരാണോ അവരാണ് ഇവിടെ വന്ന് ബാക്കി ക്ലാസ് എടുക്കുന്നത് കേട്ടോ. സംസാരിക്കുന്നവരെ ഇവിടെ പിടിച്ചെടുത്തു, ഇവിടെ വന്ന് പറയണം. ഓക്കെ, ഒന്നുകൂടെ ചെയ്തേ. ഇല്ലല്ലോ, പത്തൂര് ഭാഗ്യാണ്. അപ്പൊ നമ്മളങ്ങനെ പോസിറ്റീവായിട്ട് കാണാം. തോൽവി എന്താണ് വിജയത്തിന്റെ ചവിട്ടുപടിയായിട്ട് നമ്മൾ കാണാം. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത്. ബസ് വരുമ്പോ ഇങ്ങനെയാണ്. അപ്പൊ പെട്ടെന്നുണ്ടായി ബസ്സിലേക്ക് ആര് വന്നു? ഗാന്ധിജി വന്നു. ടൂറെല്ലാം നന്നായിരുന്നു, സൂപ്പറായിരുന്നു. ഇവിടുത്തെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടെല്ലാം എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമൊന്നുമില്ല. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം കൊള്ളായിരുന്നു. ഫ്രണ്ട്സാണ് എല്ലാവരും. വളരെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഇവിടെ വന്നതുകൊണ്ട് വളരെ നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ കഴിഞ്ഞു. എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞു. അങ്ങനെ അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ സൂര്യമിശ്രത്തെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഹലോ, നീതിവേദി കൗൺസിലറല്ലേ? എൻ്റെ പേര് ശ്രീബാല. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ആ, ഞാൻ ഓഫീസിൽ വരാം കേട്ടോ. നാളെ എവിടെ ഉണ്ടാവുമല്ലോ. നാളെ ഞങ്ങൾ അവിടെ എത്തും. ഒരു 10 മണിക്ക് ആകുമ്പോഴത്തേക്കും. അപ്പോൾ മോളെ നേരിട്ടാണ്. ഓക്കെ, താങ്ക് യു.